നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ്. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 144-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും ഹാസ്യ സമ്രാട്ടുമായ ശ്രീ കടുവാകുളം ആൻ്റണിയെക്കുറിച്ചിട്ടാണ്. എത്രയോ വർഷങ്ങൾ, 10-15 വർഷങ്ങൾക്ക് മുന്നിലുള്ള ഓർമ്മകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരും കുറിക്കാണ്ട് കടന്നു പോകാൻ കഴിയില്ല. അത്രമാത്രം അഭിനയ തികവുള്ള ഒരു നടൻ. മെല്ലാൻ സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ഭക്തകുചേലയിലൂടെയാണ് സിനിമാ പ്രവേശം. അതിനു മുന്നേ ഇന്നൻപിള്ളയുടെ നാടകസമിതിയിലും മറ്റ് നാടകസമിതികളിലും അദ്ദേഹം അഭിനയം തുടർന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കുഞ്ചാക്കയുടെ ചിത്രങ്ങളുടെ ചിത്രീകരണ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. മെല്ലാൻ സ്റ്റുഡിയോ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടില്ല. ആലപ്പുഴയിൽ വെച്ച് ഉദയ സ്റ്റുഡിയോയുടെ സെറ്റിൽ അവിടെ ഒരു ചെറിയൊരു കുളം കെട്ടിയിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ആമ്പൽപ്പൂക്കളൊക്കെ വളർന്നു നിൽക്കുന്നു. എപ്പോൾ ചെന്നാലും സ്റ്റുഡിയോയിൽ എല്ലായിടവും കയറിയൊന്ന് കാണും. ഓരോരോ ചിത്രങ്ങളിൽ ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് ചിത്രീകരിച്ചത് എന്നറിയാനുള്ള മനസ്സിൻ്റെ തോന്നൽ. അങ്ങനെ ഒരു വശത്തൊരു വലിയൊരു വീട് കെട്ടിയിരിക്കുന്നു. ഓടിട്ട വീടിൻ്റെ മേൽക്കൂരയില്ല. മുകളിലെല്ലാം ലൈറ്റ്സ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടിൽ മാത്രം ഓടുമേഞ്ഞ ഭാഗം, ബാക്കിയുള്ള ഭാഗത്തെല്ലാം ലൈറ്റ്സുകളും മറ്റും ഫിക്സ് ചെയ്തിരിക്കുന്നു. ഈ ചെറിയ കുളത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ സിഗരറ്റാണോ ബീഡിയാണോ എന്ന് ഓർമ്മയില്ല, അതും പുകച്ച് അവിടെ ഒരു മാവിൻ്റെ മൂട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഷൂട്ട് ചെയ്യുന്ന ഏരിയയും ഇദ്ദേഹം നിൽക്കുന്ന ഏരിയയുമായിട്ട് വളരെ ദൂരമുണ്ട്. എന്താ ആന്റണി ചേട്ടാ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ചിന്തിക്കുന്നത്? എന്നാ പറയാനാ കുഞ്ഞെ, ജീവിതമല്ലേ, പല പല പ്രശ്നങ്ങൾ, അത് ക്യാമറയുടെ മുന്നിൽ കാണിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും കലാകാരന്മാർക്കും എല്ലാം പ്രശ്നങ്ങളാണല്ലോ. പ്രശ്നങ്ങളില്ലാത്ത വല്ല കലാകാരന്മാരും കലാകാരികളെയും ഓർമ്മയുണ്ടോ എന്ന് വെച്ചപ്പോൾ ഒന്ന് ഉറക്കെ ചിരിച്ചു. നിനക്ക് നല്ല ബോധമുണ്ടല്ലോ, നല്ല സെൻസുണ്ടല്ലോ. നമ്മൾ അതല്ലേ, എല്ലാവരും ഇങ്ങനെ പരവേശത്തിലും എല്ലാവർക്കും പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഇത് കണ്ടപ്പോൾ നീ എന്ത് കണ്ടെന്നാണ് പറയുന്നത്? ചേട്ടൻ്റെ പല അഭിനയ മുഹൂർത്തങ്ങളും ഞാൻ മെല്ലാൻ സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരിട്ട് സംസാരിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നീ ഇവിടെ എന്തെടുക്കാനാണ് വന്നത്? ഞാൻ പറഞ്ഞ അന്നത്തെ കാലമല്ലേ, ഒരു നടൻ, ഞാനും ചിലപ്പോഴൊക്കെ വല്ലത്തിലൊക്കെ മുഖം കാണിച്ച് വല്ല നടനോ മറ്റോ ആയാലോ. ആ ശരി, നിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. നല്ലത് തന്നെ എന്ന് പറഞ്ഞ് ചിരിച്ചു. എന്നിട്ട് അദ്ദേഹവും ഞാനുമായി ഏക്കർ കണക്കിന് സ്ഥലമാണ്. അവിടെ ഇങ്ങനെ മണൽ തിട്ടയിലൂടെ പല ഭാഗത്തേക്കും നടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ആന്റണി ചേട്ടാ? ഞാൻ ആദ്യം ചോദിച്ചതിന് മറുപടി ഇതുവരെ കിട്ടിയില്ല. എന്തോന്ന്? ഞാൻ പറഞ്ഞ ആദ്യം ചോദിച്ചതിന് വിഷമമില്ലാത്ത ആൾക്കാരുണ്ടോ, പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് എന്താണ് പ്രശ്നം. അതല്ല, ഒന്നിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് ഷൂട്ടിന് പോകുമ്പോൾ അവിടെ സമയത്തിന് നിന്നില്ലെങ്കിൽ അവർക്ക് പ്രശ്നം. ഓരോ സെറ്റിലും ഓരോ സംവിധായകരും ഓരോ രീതിയിലാണല്ലോ നമ്മളോട് ഇടപഴകാറ്. പിന്നെ പ്രത്യേകിച്ച് ഓരോരുത്തർക്ക് കോൾ ഷീറ്റ് കൊടുത്തിട്ട് ആ സമയത്തിന് അവിടെ എത്തിയില്ലെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യവും പിണക്കവും വൈരാഗ്യവും പകയും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം വലിയ വലിയ തുകകൾ മുടക്കി ഒരു ചിത്രം ചെയ്യുമ്പോൾ അതിലെ ഒരു കലാകാരൻ
അല്ലെങ്കിൽ ഒരു നടൻ വരാൻ വൈകുമ്പോൾ മറ്റുള്ള നടന്മാരും നടികളും എല്ലാം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിടത്തു നിന്നും ഓടി പിടിച്ച് വരണമല്ലോ അടുത്തടുത്ത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ഓടാനും ചാടാനും കിട്ടുന്ന പടങ്ങളെല്ലാം കൂടെ വലിച്ചുവാരി ചെയ്യുന്നുണ്ടല്ലേ? 1-2 പടം ചെയ്യണം, അത് നല്ല റെമ്യൂണറേഷൻ, നല്ല കാശ് മേടിക്കണം, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നീ ചെറിയ കുട്ടിയാണ്, നിനക്ക് ഇതേപ്പറ്റിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിച്ചറിയണം. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് അത് അനുഭവിച്ചറിയേണ്ടത്? ഒരാളൊരു പടം ചെയ്യുന്നു, അപ്പോൾ ആ ആളിന് വേണ്ടപ്പെട്ട വേറൊരാൾ മുഖാന്തരം പറഞ്ഞ് എനിക്കൊരു റോൾ ലഭിക്കുന്നു, ഞാനും കാശ് വാങ്ങി റോൾ അഭിനയിക്കുന്നു. അത് ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടോ വൈകിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഡേറ്റ് പ്രശ്നമാകുമല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് വൈതരണികളുണ്ട്. അപ്പോൾ ഇപ്പോഴെന്താണ് പ്രശ്നം? അത് ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞെങ്കിൽ എനിക്ക് അടുത്ത കൊച്ചിയിലൊരു പടത്തിൻ്റെ വർക്കുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റൂ. അവിടുന്ന് ആളുകൾ വന്ന് കാത്തു നിൽക്കുകയാണ് സ്റ്റുഡിയോയുടെ പുറത്ത്. ഇവിടുത്തെ സീന് കഴിഞ്ഞെങ്കിലല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലൊരു നടൻ വന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുന്നു, എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. ശരിക്കും ധർമ്മസങ്കടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആർക്കും മുഖം കൊടുക്കാതെ അറിയാണ്ട് മനസ്സ് ഇളകി വല്ലവരോടും എന്തെങ്കിലും കയർത്ത് സംസാരിച്ചാൽ അത് ആജീവനാന്തം പറഞ്ഞു നടക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമമായി. ഞങ്ങൾ വീണ്ടും നടന്നു. അവിടെ വള്ളങ്ങൾ നീങ്ങുന്നതിൻ്റെയും വള്ളങ്ങൾ ചിത്രീകരിക്കുന്നതിൻ്റെയൊക്കെ ഏരിയയിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ പഴയകാല പല വടക്കം പാട്ടുകളും അതിലെ ചിത്രീകരണങ്ങളും ഒക്കെ ഓർമ്മ വന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ആന്റണി ചേട്ടനെ സെറ്റിലുള്ള ഓടി വന്ന് വിളിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു കുറിപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. എന്നാലും അവയിലെ ചിലത് നിങ്ങളോട് പറയാം. 1936 നവംബർ 9 ആലപ്പുഴ കുട്ടനാട്ടിൽ ജനനം. NN പിള്ളയോടൊപ്പം വിശ്വകേരള കലാസമിതി നാഷണൽ തിയേറ്ററിൽ പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹത്തെ നടൻ ജോസ് പ്രകാശാണ് സിനിമയിൽ എത്തിച്ചത്. 1961 മിർലാൻഡിൻ്റെ ഭക്തകുചേലയായിരുന്നു ആദ്യ ചിത്രം. 1968 വിരുദൻ ശങ്കു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ഹാസ്യനടനുള്ള അവാർഡ് കിട്ടി. 300-ലധികം സിനിമയിൽ അഭിനയിച്ചു. 1960-70 കാലത്തെ ഹാസ്യ താരങ്ങളിലൊരാളായ ആന്റണി 2000 ഉണ്ണിമായ എന്ന ചിത്രത്തിൽ അവസാനമായി അഭിനയിച്ചു. 2001 ഫെബ്രുവരി 4 65-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയും. സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ കലാകാരനാണെന്നോ എന്നുള്ള യാതൊരു മേലാപ്പും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എപ്പോൾ കണ്ടാലും അദ്ദേഹം ഓടി വരും. എന്താടാ നീ ഇവിടെ എന്ന് ചോദിച്ച്, ഇപ്പോൾ നിനക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇപ്പം പ്രശ്നമൊന്നുമില്ല. നീ ഏതെങ്കിലും പടത്തിൽ മുഖം കാണിച്ചോ? ഞാൻ മുഖം കാണിച്ചില്ല, ഞാനെന്നും കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ എന്നെ കാണാറുണ്ട്. അത് തന്നെ വലിയൊരു ആശ്വാസമല്ലേ ആന്റണി ചേട്ടാ. നീ എന്നെ വെട്ടിയല്ലോ. ഞാൻ പറഞ്ഞു, എന്തിനാ ചേട്ടാ വെട്ടുന്നത്? ഈ കലാകാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാവണമെങ്കിൽ കുറച്ച് പാടുണ്ട്. അപ്പോൾ അത് ശരി, അപ്പം നിനക്ക് വിവരം വന്നു തുടങ്ങി. ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലല്ലോ എനിക്ക് വിവരമുണ്ടെന്ന്. ഉറക്കെ ചിരിച്ചു. അദ്ദേഹം ചിരിക്കുമ്പോൾ ആ നുണക്കിഴികളിൽ വിരിയുന്ന ഭാവം നമ്മളെ ശരിക്കും ചേർത്ത് നിർത്തും. ഞാനൊരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: 300ഓളം ചിത്രങ്ങളിൽ ചേട്ടൻ അഭിനയിച്ചില്ലേ?
ജീവിതത്തിൽ ഏറ്റവും ഓർക്കപ്പെടുന്ന നിമിഷം ഏതായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അഭിനയിക്കാനില്ലാതെ മരിച്ചു കിടക്കുന്ന സീനിൽ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കുമ്പോൾ അഭിനയിക്കേണ്ടല്ലോ, ക്യാമറ ഒപ്പിയെടുത്തോളും ആ ഭാവം. അതുപോലൊരു ഭാവമാണ് എൻ്റെ മനസ്സിലെപ്പോഴും. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതൊക്കെ പാർട്ട് ഓഫ് ജോബല്ലേ. എടാ നീയല്ലേ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഏറ്റവും നല്ല മുഹൂർത്തം ഏതായിട്ട് നിനക്ക് തോന്നി എന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടാ അറം പിടിക്കുന്ന വർത്തമാനങ്ങളൊന്നും പറയരുത്. കാലത്തിൻ്റെ നെരിപ്പൊടിയിൽ നമ്മളെല്ലാം കടന്നു പോകേണ്ടവരല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ചേട്ടൻ കത്തി നിൽക്കുന്ന സമയമല്ലേ, ഇഷ്ടം പോലെ ചിത്രങ്ങളല്ലേ. എത്ര ചിത്രങ്ങൾ ഉണ്ടായിട്ടും മനസ്സിൻ്റെ ഒരു ശക്തിയുണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു സന്തോഷം, അത് പൂർണ്ണമായും പലപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇനി ഇങ്ങനത്തെ സംസാരങ്ങൾ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഇനി ചേട്ടൻ എന്നോട് വേണ്ട, ഞാൻ ഈ ചേട്ടനെ കണ്ടാലും കാണാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ, അയ്യോടാ നീ അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞതല്ലേ. ജീവിതവും അഭിനയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ എനിക്കറിയില്ല. എന്താണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അതിലൂടെ പോകണം എന്ന് മാത്രമേ എനിക്കറിയാവൂ. ജീവിതാനുഭവങ്ങൾ ഒക്കെ ഒന്ന് കുറിക്കണമെന്നുണ്ട്. നാടക അഭിനയത്തിലെ മുഹൂർത്തങ്ങളും സിനിമയിലെ മുഹൂർത്തങ്ങളുമൊക്കെ എഴുതി ഒരു പുസ്തകമായി വന്നാൽ കൊള്ളാമെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതിന് വലിയ എഴുത്തും വായനയൊക്കെ നല്ല പിടുത്തം വേണ്ടേ. നിന്നെ പോലെയുള്ളവനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എടാ ഞാൻ ഇവിടുന്നെല്ലാം പോകും, പക്ഷേ നീ എന്നെ മറക്കരുത്. എന്നെങ്കിലും നിനക്ക് എന്നെക്കുറിച്ച് 2 വാക്ക് എഴുതാൻ തോന്നിയാൽ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അന്നെന്തോ ഒരു വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് ഓരോരോ പ്രശ്നങ്ങൾ. ഒന്നും താങ്ങാൻ കഴിയാത്ത, ഒന്നും കൊണ്ടു നടക്കാൻ കഴിയാത്തൊരു നല്ലൊരു കലാകാരൻ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഇദ്ദേഹം തന്നെയാണോ 2 മണിക്കൂറിന് മുന്നേ നമ്മളോട് സംസാരിച്ചതെന്ന് തോന്നിപ്പോകും. ഭാവങ്ങളും അതോടൊപ്പം തന്നെ ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ഒരു 8-10 തവണയേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓർമ്മയിൽ അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. കാലം എത്രയോ കടന്നിരിക്കുന്നു. ഇന്ന് ഞാൻ കൃഷ്ണശിലയായി എന്ന് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായും ഓർമ്മയുടെ മനോമുകുരത്തിൽ ഓരോരുത്തർക്കും ഇങ്ങനെയൊരു കലാകാരൻ ഈ ഭൂമിയിലുണ്ടായിരുന്നു എന്ന് ഓർക്കുവാൻ കഴിയുന്നതും ഒരു വലിയ പ്രചോദനമായി എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.